ഞാനതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അന്ന് പട്ടിണി കിടന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ആ ഘട്ടത്തില് നമ്മൾ കാണിക്കേണ്ട ചില ഔചിത്യങ്ങളുണ്ട്. അതാണ് പ്രശ്നം. ആ ഔചിത്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്നത് അദ്ദേഹം സ്വയമേ പരിശോധിക്കുകയാണ് വേണ്ടത്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് എന്നെ പറയണമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സഖാവേ, നിങ്ങളെക്കുറിച്ച് ഒരിക്കലും ഒരു മോശമായിട്ട് സംസാരിക്കണമെന്ന് നമുക്കൊന്നും ആഗ്രഹമില്ല. അങ്ങ് അന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇവിടെ ചൂരൽമലയിലൊക്കെ വെള്ളം വന്ന സമയത്ത് നിങ്ങളൊരു ആപ്പ് ഉണ്ടാക്കുകയാണ്. ആ ആപ്പിൽ ഈ ഞാനടക്കമുള്ള കോടിക്കണക്കിന് ജനങ്ങൾ അതിലേക്ക് പൈസ അയക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ നിങ്ങളെ മേലുണ്ടായിരുന്നു എന്നുള്ളത് പച്ച പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. കലാകാരന്മാർ, ലാലേട്ടനൊക്കെ നിങ്ങളെ കയ്യിൽ ഡയറക്റ്റ് വന്ന് പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ കയ്യിൽ ഈ പൈസ കൊണ്ടുവന്നത്. ആ പൈസക്കൊക്കെ ഒരു തലയും വാലും ഇല്ലാത്ത അവസ്ഥ വന്ന സമയത്ത് ഈ ജനങ്ങളായ നമ്മൾ നിങ്ങളോട് ചോദിക്കണ്ടേ? നിങ്ങളോട് ഒരിക്കലും നമുക്കൊരു പേഴ്സണലി നിങ്ങളോട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഒന്നുമല്ല. നിങ്ങൾ ഭരിച്ചു വെച്ച രീതി കണ്ട് മനസ്സ് വേദനിച്ചത് കൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ചൂരൽമലയിലൊക്കെ ഉള്ള ഇപ്പോഴും അവർക്ക് നേരെ ചൊവ്വ ഒരു ബാത്റൂം സൗകര്യം പോലും മര്യാദയ്ക്ക് ഇല്ലാത്ത അവസ്ഥയിൽ വരികയും അവരെ ജീവിത മാർഗം മുട്ടിപ്പോവുകയും, എന്നിട്ട് പറയാം, ഒരു വീട്ടിലെ 10 ആൾക്കാരുണ്ടെങ്കിൽ 9 ആൾക്കാരും ഇല്ലാതെയായ ഒരാൾ മാത്രം ബാക്കിയായ ആൾക്കാർക്കൊക്കെ എന്ത് സമാധാനമാണ്. അവർക്കൊരു കെട്ടുറപ്പുള്ള ഒരു വീട് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒക്കെ വിഷമം ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ഞാനടക്കമുള്ള ആളുകൾ അതിലൊരുപാട് ദുഃഖിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. അവർക്ക് ഇത്രയും 700 ചില്ലാൻ കോടി രൂപ പിരിച്ചു കിട്ടിയിട്ട് ആ പൈസ ഒന്നും അവർക്ക് കിട്ടിയില്ല. നിങ്ങൾ ഗതാഗതം ഒരുക്കിയതിന് ഇത്ര കോടി, പാലത്തിൻ്റെ അടിയിൽ കട്ട വിരിച്ചതിന് ഇത്ര കോടി, മൃതദേഹം സംസ്കരിച്ചതിന് ഇത്ര കോടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയ സമയത്ത് അതൊക്കെ ഏത് നോർമൽ മനുഷ്യന്മാർക്കും മനസ്സിലാവും ഇതിലൊരുപാട് അഴിമതി നടന്നിട്ടുണ്ടെന്ന്. ഇത്രയും അഴിമതി നടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യണ്ടേ? അതിൻ്റെ ഒരു വ്യക്തമായ മറുപടി തരാതെ ട്രഷറിയിൽ പണം ഉണ്ടെങ്കിൽ അതിനൊരു നീക്കുപോക്ക് സംഭവിക്കാത്തതിൻ്റെ വേദനയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങളെന്ന വ്യക്തിയോട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങളെ പറയാനൊന്നും ഞങ്ങൾ ആളല്ല. അത്രക്കും ജീവിതാനുഭവങ്ങളുള്ള ആൾ തന്നെയാണ് നിങ്ങൾ, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ അന്ന് ചെയ്ത കുറേ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ദുഃഖമുണ്ട്. ഇന്നും അത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്.